സ്വകാര്യ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നവർക്ക് വലിയ പൈസ പെൻഷനായിട്ടൊന്നും കിട്ടില്ല, പലർക്കും പെൻഷൻ പോലും കിട്ടില്ല. അപ്പം എൻ്റെ ഒരു സുഹൃത്ത് ഡ്രൈവറായിരുന്നു. അദ്ദേഹം സ്വകാര്യ സ്ഥാപനത്തിൽ നിന്ന് റിട്ടയർഡായി. പിന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല, പ്രായം ഏറെ ആയതുകൊണ്ട് വേറെ പണിയൊന്നുമില്ല. അങ്ങനെ പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടിയ സമയത്ത് അദ്ദേഹം തൻ്റെ മകനോട് ഒരു 500 രൂപ ചോദിച്ചു. മകൻ ഒരു പ്രത്യേക ഭാവത്തോടെ 500 രൂപ അച്ഛൻ്റെ കയ്യിൽ കൊടുത്തു. അദ്ദേഹം അതുകൊണ്ട് ടൗണിൽ വന്നു. കുറച്ച് ഉണക്കമീൻ, കുറച്ച് പച്ചമീൻ, ഇത്തിരി പച്ചക്കറി, ഒരു പാക്കറ്റ് പാല്, മോൻ്റെ മക്കൾക്ക് കുറച്ച് ബേക്കറി ഒക്കെ വാങ്ങി. അപ്പോഴത്തേക്ക് ആ പൈസ തീർന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ 10 പൈസ ഇല്ല. അദ്ദേഹം ഒരു 1-2 ആഴ്ച ഇങ്ങനെ കടിച്ചു പിടിച്ച് നിന്നു. അതിനുശേഷം വീണ്ടും അദ്ദേഹം മകനോട് ചോദിച്ചു, കയ്യിൽ ചില്ലറ വല്ലതും ഉണ്ടോ എന്ന്. മകൻ അദ്ദേഹത്തോട് വളരെ ദേഷ്യത്തോട് പറഞ്ഞു, നിങ്ങളുടെ കയ്യിലല്ല 500 രൂപ തന്നത്, 2 ആഴ്ച ആയില്ലല്ലോ, നിങ്ങളെന്താ പുഴുങ്ങി തിന്നാണോ? ഇവൻ വല്ലാതെ അങ്ങോട്ട് ഷൗട്ട് ചെയ്തു. ആ പാവം ഇന്ന് സെക്യൂരിറ്റി പണി ചെയ്യാണ്. BP കൂടുതലാണ്, ഷുഗർ ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, തൈറോയ്ഡ് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് ഹെർണിയ അടക്കമുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. എത്രയോ മണിക്കൂറാണ് സെക്യൂരിറ്റിയായി അദ്ദേഹം നിൽക്കുന്നതെന്നറിയോ? അപ്പം അതുകൊണ്ട് ജീവിക്കുന്ന കാലത്ത് നന്നായി ജീവിക്കുക, കുടുംബം പോറ്റുന്നതോടൊപ്പം തന്നെ ഒരു 10 പൈസ മീതി വെക്കണം, ബാലൻസ് വെക്കണം. ഒരു മരുന്ന് വാങ്ങിക്കാനും ഒരു ചായ കഴിക്കാനും. അതൃപ്തിയോടെ കിട്ടുന്ന പൈസ, അത് മക്കളുടെ അടുത്തു നിന്നാണെങ്കിലും ആരുടെ അടുത്തു നിന്നാണെങ്കിലും, അത് ഒത്തിരി സങ്കടം ഉണ്ടാക്കും. അപ്പോൾ ഒരു കരുതൽ അത്യാവശ്യമാണ്. ബി ഹാപ്പി.